വെൽക്കം ടു ഫിനിഷ് ടെക്നോസ്. ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസറിൻ്റെ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻ്റെ 4th ക്ലാസ്സാണിത്. ഇന്നത്തെ ക്ലാസ്സിൽ എന്താണ് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗിൻ്റെ ഡേറ്റ റെപ്രസെൻറ്റേഷനിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്: ടൂസ് കോംപ്ലിമെൻ്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് എ 16-bit നമ്പർ ഈസ് എഫ്. ഓക്കെ, അവർ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഇറ്റ്സ് ഡെസിമൽ റെപ്രസെൻറ്റേഷൻ ഈസ്. ഓൾറെഡി നമുക്കറിയാം എന്താണ് എഫ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബൈനറി റെപ്രസെൻറ്റേഷൻ എന്തായിരിക്കും? 15 കറസ്പോണ്ടിങ് 1111 ആയിരിക്കും. ഓക്കെ, അന്നേരം ഒരു 16-bit നമ്പർ റെപ്രസെൻറ്റേഷൻ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. 4 bits 1 വന്നാൽ അതെന്തായിട്ട് മാറും? എഫ് ആയിട്ട് മാറും. ദെയർഫോർ 16 നമ്പർ ഓഫ് വൺസ് റിപ്പീറ്റ് ചെയ്യുന്നതാണ് എന്ത്? എഫ് എന്ന് പറയുന്നത്. ഓക്കെ, അന്നേരം ഏതോ ഒരു എന്താണ് നമ്പറിൻ്റെ ഏതോ ഒരു ഡെസിമൽ നമ്പറിൻ്റെ കറസ്പോണ്ടിങ് ടൂസ് കോംപ്ലിമെൻ്റ് റെപ്രസെൻറ്റേഷൻ ആണ് എന്ത്? എഫ് എന്ന് പറയുന്നത്. ഓക്കെ, ഓൾറെഡി നമ്മൾ പറഞ്ഞു ടൂസ് കോംപ്ലിമെൻ്റ് റെപ്രസെൻറ്റേഷനിൽ എം എസ് ബിയിൽ 1 വന്നാൽ അതിൻ്റെ ലെഫ്റ്റിലോട്ടുള്ള എല്ലാ വൺസും എന്തായിരിക്കും? നോൺ സിഗ്നിഫിക്കൻ്റ് ആയിരിക്കും. ഓക്കെ, എന്നാൽ ഇവിടെ നോക്കും, ഇവിടെ ഫസ്റ്റ് 1 വന്നിരിക്കുന്നത് ഈ പോയിന്റിലാണ്. അത് കഴിഞ്ഞ് ലെഫ്റ്റിലോട്ട് എന്താണ്? വൺസിൻ്റെ റെപ്പറ്റീഷനാണ്. ദെയർഫോർ ഈ ടോട്ടൽ വൺസിനെ നമുക്ക് എന്ത് ചെയ്യാം? നെഗ്ലക്ട് ചെയ്യാം. അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും 0 വന്നാൽ അതെന്തായിരിക്കും? സിഗ്നിഫിക്കൻ്റ് ആയിരിക്കും. ദെയർഫോർ ഫസ്റ്റ് 1 കഴിഞ്ഞ് ബാക്കി ലെഫ്റ്റിലോട്ട് വരുന്ന എല്ലാ വൺസും റിപ്പീറ്റ് ചെയ്ത് വരുവാണെങ്കിൽ അത് ടൂസ് കോംപ്ലിമെൻ്റ് റെപ്രസെൻറ്റേഷൻ എന്തായിരിക്കും? നോൺ സിഗ്നിഫിക്കൻ്റ് ആയിരിക്കും. ദെയർഫോർ ഇത്രയും വൺസിനെ നമുക്ക് എന്ത് ചെയ്യാം? നെഗ്ലക്ട് ചെയ്യാം. ദെയർഫോർ കറസ്പോണ്ടിങ് എഫ് റെപ്രസെൻറ്റേഷൻ അതിൻ്റെ ഷോർട്ട് റെപ്രസെൻറ്റേഷനിൽ എന്തായിട്ട് മാറും? ജസ്റ്റ് ഒരു 1 ആയിട്ട് മാറും. 1ൻ്റെ ടൂസ് കോംപ്ലിമെൻ്റ് എന്താണ്? 1 തന്നെ ആയിരിക്കും. ഇവിടെ ലെഫ്റ്റിൽ റിപ്പീറ്റ് ചെയ്തത് എന്താണ്? വൺസ് ആണ്, അല്ലെങ്കിൽ എം എസ് ബി ബിറ്റ് എന്താണ്? 1 ആണ്. ദെർഫോർ കറസ്പോണ്ടിങ് ടൂസ് കോംപ്ലിമെൻ്റ് നമ്പറിൻ്റെ കറസ്പോണ്ടിങ് ഡെസിമൽ നമ്പർ എന്തായിരിക്കും? -1 ആയിരിക്കും. ദെർഫോർ ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ. ഓക്കെ, ഒന്നുകൂടി പറയാം. ഇവിടെ എന്താണ്? 16-bit ടൂസ് കോംപ്ലിമെൻ്റ് റെപ്രസെൻറ്റേഷൻ എന്തായിരുന്നു? എഫ് ആയിരുന്നു. അതിൻ്റെ എന്താണ് കറസ്പോണ്ടിങ് ബൈനറി ഫോമിൽ നമ്മൾ എന്ത് ചെയ്യണം? റൈറ്റ് ചെയ്യുമ്പോൾ ഫുൾ വൺസ് ആയിരിക്കും. ആ ഫുൾ വൺസിൽ ഫസ്റ്റ് 1 ഒഴിച്ച് ബാക്കി എല്ലാ വൺസും എന്താണ്? നോൺ സിഗ്നിഫിക്കൻ്റ് ആണ് ഇൻ ടൂസ് കോംപ്ലിമെൻ്റ് റെപ്രസെൻറ്റേഷൻ. ദെർഫോർ അതിൻ്റെ ഷോർട്ട് റെപ്രസെൻറ്റേഷൻ എന്തായിട്ട് മാറും? ജസ്റ്റ് 1 ആയിട്ട് മാറും. ആ 1ൻ്റെ ടൂസ് കോംപ്ലിമെൻ്റ് എടുക്കുമ്പോൾ എന്ത് കിട്ടും? അതിൻ്റെ ആക്ഷൻ നമ്പർ കിട്ടും. 1ൻ്റെ ടൂസ് കോംപ്ലിമെൻ്റ് എന്താണ്? 1 ആണ്. എന്താണ്? ബൈനറിയിൽ 1 എന്ന് പറയുന്നത് എന്താണ്? ഡെസിമലിലും 1 തന്നെ ആയിരിക്കും. ദെയർഫോർ അതിൻ്റെ ആക്ഷൻ ഡെസിമൽ നമ്പർ 1 ആയിരിക്കും. എം എസ് ബി ബിറ്റ് വൺസ് ആണ് വന്നിരിക്കുന്നത്. ദെയർഫോർ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ദെയർഫോർ -1നെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് റെപ്രസെൻറ്റേഷൻ ആണത് എഫ് എന്ന് പറയുന്നത്. ദെയർഫോർ -1നെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? ടൂസ് കോംപ്ലിമെൻറ്റിൽ 1 എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം, 1 എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം, 1 എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. എത്ര നമ്പർ ഓഫ് വൺസ് റിപ്പീറ്റ് ചെയ്താലും അതിൻ്റെ കറസ്പോണ്ടിങ് ഡെസിമൽ നമ്പർ എന്ത് തന്നെ ആയിരിക്കും? -1 തന്നെ ആയിരിക്കും. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്.